ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? നിബൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ്. ഇവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട് കേട്ടോ, മെഡ്മാർട്ട് പറഞ്ഞ ക്ലിനിക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് നേരത്തെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിബൂസിന് സൂചി വെക്കാൻ പോവാണ്ട് കേട്ടോ. അവനിന്ന് 10ാം മാസത്തെ സൂചിയാണ്. അപ്പോൾ ഇതാ നമ്മൾ താഴെ വന്നുകൊണ്ട് കുടിവെള്ളം എടുക്കുക കേട്ടോ. ഇത് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളമാണ്. കുടിവെള്ളം മാത്രം കേട്ടോ ഇവിടുന്ന് താഴെ നിന്ന് എടുക്കണത്. മറ്റേ വെള്ളമൊക്കെ നമുക്ക് റൂമിൽ കിട്ടും. പിന്നെ മറ്റുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇവിടെ സെപ്പറേറ്റ് ആയിക്കാണ്ട് കുഴൽക്കിണറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ടാങ്ക് കെട്ടിയിരിക്കുകയാണ് സെപ്പറേറ്റായി. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് പുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കാൻ വേണ്ടിക്കാണ്ട് നിബൂസിനെ ഇതാ നീനുവിൻ്റെ നെത്തുവിൻ്റെ ഒക്കെ എടുത്ത് കൊടുത്തുക കേട്ടോ. അപ്പോൾ അവർ റീൽസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് നിബൂസിനെ കളിയാക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ. സാധാ ചോറും കറിയൊക്കെ വെക്കണേ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും റെഡിയാക്കി കേട്ടോ. പിന്നെ നിബൂസിന് ഉറക്കം വന്നപ്പോൾ അവന് കഞ്ഞി കൊടുക്കാൻ നിന്നു. ചെറിയ അരിൻ്റെ കഞ്ഞി കേട്ടോ. ഇതിക്കും ചെറുപയർ ക്യാരറ്റൊക്കെ ആഡ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ നിബൂസിനെ ഉറക്കി കഴിഞ്ഞാണ്ട് ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ച് നിന്നു. അപ്പോൾ ആശാ വർക്കർ വിളിച്ചുകൊണ്ട് ബുക്ക് അവിടെ കൊണ്ടുവെക്കാൻ പറഞ്ഞു കേട്ടോ. നേരത്തെ ബുക്ക് വെച്ചാൽ നമുക്ക് നേരത്തെ വാക്സിൻ ചെയ്തുകൊണ്ട് പോരാന്ന് വിചാരിച്ച്. അപ്പോൾ നീനുമോളും ഇതാ ബുക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നിത്തുമോളും ഇക്കയും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിബൂസ് ഇറങ്ങിയ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതാ ജോലിയൊക്കെ തീർത്തു കേട്ടോ. ഡ്രസ്സൊക്കെ കഴുകിയിട്ടു. പിന്നെ 12:30 ആയപ്പോൾ നമുക്ക് പോകാൻ സമയമായി കേട്ടോ. 12:30ക്കാണ് സിസ്റ്റർ ചെല്ലാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതാ നിബൂസിനെ ഉറക്കത്തുനിന്ന് ഉണർത്തിയതാണ് കേട്ടോ. അതിൻ്റെ കുറുമ്പാണ് ഈ കാണിക്കണത്. ഓന് കുറേ സമയം ഒരു 1.5 മണിക്കൂറൊക്കെ ഉറങ്ങലുണ്ട് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചാൽ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എടുത്തതിൻ്റെ കുറുമ്പാണ്. പിന്നെ ഓനെ ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങളിതാ ഒരുങ്ങി ഇറങ്ങി കേട്ടോ. ഇവിടെ റോഡിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ. അടുത്ത് തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലൊക്കെ കാണും. അത്രയും അടുത്താണ്. അപ്പോൾ കറക്റ്റ് സമയത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അവിടെ എത്തിയപ്പോൾ എല്ലാവരും വന്നിക്കണം കേട്ടോ. ഇക്കാക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ നിബൂസിനെ സൂചി വെക്കണത്. എല്ലാ പ്രാവശ്യം എന്നോട് പറയും എന്തിനാ അതിനെ വേദനിപ്പിക്കണേ ചോദിച്ചു. ഇക്ക എപ്പോഴും എന്നെ ചീത്ത പറയും കേട്ടോ. പിന്നെ മക്കൾക്ക് അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ നമ്മളിത് ചെയ്യണത്. അപ്പോൾ ഇത് അവിടെ എത്തി കേട്ടോ. ഇപ്രാവശ്യം ആളൊക്കെ കുറവായിരുന്നു. ഇത് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മോളാട്ടോ, റിനുമോള്. ഓളെ ഭയങ്കര ഇഷ്ടമാണ് നിബൂസിനെ. അപ്പോൾ ഓളെ മടിയിൽ നല്ല ഇതിലിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. എല്ലാ പ്രാവശ്യവും ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കണം നമ്മൾ വരുമ്പോൾ. പിന്നെ ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടിക്കാണ്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ വാക്സിനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നിബൂസിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 2 കാലിനും 1 കൈയിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര കരച്ചിലേനും പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് നിബൂസിനെ ഉറക്കിയാലെന്ന് വിചാരിച്ച്. പക്ഷേ അവൻ ഉറങ്ങിയില്ല കേട്ടോ. നല്ല കളിയായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പിടിക്കാതെ നിൽക്കലൊക്കെ തുടങ്ങിയിരിക്കണു. അപ്പോൾ അതിൻ്റെ രസത്തിലാണ് കേട്ടോ ഓന്. അപ്പോൾ ഞങ്ങൾ ഓൻ്റെ കൂടെ കുറേ സമയം കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.